ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ വലിയ റിയാദകൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സൗമുൽ വിസ്വാലൊക്കെ എത്രയാണ് മടവൂർ ശൈഖുനയുടെ ജീവിതത്തിൽ. ഇന്ന് നോമ്പ് നോറ്റാൽ, ഇന്ന് രാത്രി അത്താഴം കഴിച്ച് നോമ്പ് തുടങ്ങിയാൽ നമ്മളൊക്കെ നാളെ മഗ്‌രിബാവുമ്പോഴേക്ക് നോമ്പ് തുറക്കും. ബാങ്ക് കൊടുത്താൽ ഉടനെ തുറക്കും. അതെന്നാ ചെയ്യണ്ടി. അതേ സമയത്ത് അവരെ നോമ്പ് ആ മഗ്‌രിബിൽ അവര് തുറക്കുന്നില്ല, നീണ്ടുപോവുകയാണ്. രാത്രിയിലും നോമ്പാണ്. അത് പിറ്റേ ദിവസവും തുടരുകയാണ്. അങ്ങനെ തുടർന്ന് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സൗമുൽ വിസ്വാലുണ്ട്, സൗമു സർദുണ്ട്. 100 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന നോമ്പുകൾ. ആ നോമ്പിനെ സംബന്ധിച്ച് തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ആ നോമ്പ് നമുക്ക് ഹറാമാണ്, നോക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നൗഷാദ് അഹ്സനി ഇവിടെ പറഞ്ഞത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രാവും പകലും അടുപ്പിച്ചുള്ള നോമ്പിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു നോമ്പ് മടവൂരുണ്ടായിരുന്ന ഇവരുടെയൊക്കെ ഔലിയ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന CM മടവൂര് നോറ്റിരുന്നു എന്നുള്ളതാണ് ഇവിടെ നൗഷാദ് അഹ്സനി പറയുന്നത്. പ്രിയമുള്ളവരെ, അതിൽ ഏറ്റവും വലിയ അബദ്ധം 100 ദിവസത്തോളമൊക്കെ നീണ്ടു നിന്നിരുന്നു എന്നാണ്. 100 ദിവസമൊക്കെ നീണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ന് അത്താഴം കഴിച്ചു, പകല് മുഴുവൻ നോമ്പാണ്, രാത്രിയും നോമ്പാണ്, പിന്നെ എവിടെ നോമ്പ് തുറക്കല്? പിറ്റേ ദിവസം വീണ്ടും നോമ്പാണ്, പകല് നോമ്പാണ്, രാത്രി നോമ്പാണ്. അങ്ങനെ 100 ദിവസത്തോളം നീണ്ടു നിന്നു എന്നാ പറയുന്നത്. ഈ രൂപത്തിൽ 2 ദിവസം 3 ദിവസം നോമ്പെടുത്താൽ തന്നെ മുക്രിയാക്കാൻ അറിയിക്കേണ്ടി വരും. ഇവിടെ ഒന്ന് മയ്യത്തായിട്ടുണ്ട്, കബറ് കുഴിക്കണ ആളുകളെ ഏൽപ്പിച്ചോളിന്ന്, അല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ 3 ദിവസമൊക്കെ അന്നല്ലാണ്ട് കിടന്നു കഴിഞ്ഞാൽ 3 ദിവസം ഒന്നും എത്തൂല. അതിനു മുമ്പ് തന്നെ അത് പടമാകും എന്നുള്ളതാണ്. ഏതായാലും ഇവര് കറാമത്തായിട്ടാണ് അത് പറയുന്നത്. എന്നിട്ട് തൊഹ്ഫയില് ഇബ്നു ഹജർ എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള നോമ്പ് ഹറാമാണ് എന്നും ഇയാള് തന്നെ പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? നമുക്കൊക്കെ ഹറാമ്, ഏത് ഇബ്നു ഹജറിനടക്കം ഹറാമ്. ഇബ്നു ഹജർ പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല, അദ്ദേഹം ഏതൊരു പ്രമാണം അടിസ്ഥാനമാക്കിയാണോ എന്നുള്ളതാണ്. അപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതാണല്ലോ ഇവർക്കിടയിൽ ഇതുപോലെയുള്ള ഭിന്നാഭിപ്രായങ്ങള്, ഇതുപോലെയുള്ള നട്ടപ്പിരാന്തുകൾ വന്നാല് നമ്മള് ഖുർആനിലേക്കും ഹദീസ് ഗ്രന്ഥങ്ങളിലേക്കുമാണ് നോക്കേണ്ടത്. ഇത് കർമ്മപരമായിട്ടുള്ള ഒരു കാര്യമാണ്, സൗമിന്റെ കാര്യമാണ്. അത് വിശദീകരിക്കപ്പെട്ട ഹദീസുകൾ ഉണ്ടോ നോക്കുക. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ, സുബഹി മുതൽ മഗ്‌രിബ് വരെയാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. മഗ്‌രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം നോമ്പ് തുറക്കുവാൻ വൈകുന്നത് അത് തെറ്റാണ് എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് നോമ്പെടുക്കേണ്ട സമയം എവിടം മുതൽ എവിടം വരെ എന്നുള്ളത് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാത്ത ഒരു നോമ്പ് ഹറാമാണ്. അതെങ്ങനെ മടവൂർ ഔലിയക്കാക്കയ്ക്ക് മാത്രം ഹലാലായത്, അല്ലെങ്കിൽ മൂപ്പര് മാത്രം ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നും അഭിപ്രായമുണ്ട്. അത് റസൂലുള്ളാഹിക്ക് മാത്രമായിട്ടുള്ള കാര്യവുമാണ്. ഇതെന്തുകൊണ്ടാണ് ഇവർ ഈ കോലത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കേട്ടു നോക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാറ്റി വെച്ചിട്ട് ഒരു സിറാത്ത് മുസ്തഖീം നമ്മൾ തരയാൻ പോകുന്നില്ല, അതിന്റെ ആവശ്യമില്ല. നമുക്ക് അതാണ് നമ്മളെ സിറാത്ത് മുസ്തഖീം. ശൈഖുന എന്താണോ നമ്മളോട് ജീവിതത്തിൽ പകർത്താൻ പറഞ്ഞത്, എന്താണോ അവിടെ നിന്ന് നമ്മളോട് കാണിച്ചു തന്നത്, എന്താണോ മടവൂർ ശൈഖുനയുടെ നിർദ്ദേശം, അതാണ് നമ്മുടെ സിറാത്ത് മുസ്തഖീം. എന്താണ് അപ്പൊ ഇവരുടെ സിറാത്ത് മുസ്തഖീം എന്ന് മനസ്സിലായോ? ശൈഖുന മാനസിക വിഭ്രാന്തിയുള്ള കാലത്ത് എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ഇവർക്ക് സിറാത്ത് മുസ്തഖീമാണ്. എന്താണ് സിറാത്ത് മുസ്തഖീം, അല്ലേ? ഇനി നാളെ ശൈഖുന ഈ നട്ടപ്പിരാന്തും മൂച്ചിപ്പിരാന്തും സമയത്ത് പറഞ്ഞ കാര്യങ്ങള് ശൈഖുന നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിഷേധിക്കും. അത് നിഷേധിക്കുമെന്ന് പറയുന്നത് ഇവരിൽ നിന്നുള്ള തന്നെ ഒരു ഉസ്താദാണ് പറയുന്നത്. നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം അദ്ദേഹം പറയുന്നത് മറ്റൊരു വിഭാഗത്തിനെ ആണെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞതൊരു സത്യമായത് കാരണം കൊണ്ട് അതൊന്ന് കേൾക്കാം. നിങ്ങളില്ലെങ്കിൽ ഞങ്ങള് മൂമിനീങ്ങളായി കഴിച്ചിലാകുമായിരുന്നല്ല ചങ്ങായിമാരെ, നിങ്ങളല്ല ഞങ്ങളെ പറ്റിച്ചത്.
ഈ മൗലവിമാരെ കൊള്ള നോക്കിക്കൊണ്ടിതാ അനുയായികളെ നിങ്ങൾ പറയും, ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ. അനുയായികൾ ഇതാ നേതാക്കളായ ആളുകളോട് പറയുമ്പോൾ ആ നേതാക്കൾ ഒഴിയുന്നു. ഞങ്ങളിതൊന്നും അറിയില്ല തമ്പുരാനെ എന്ന് പറയുന്ന സമയത്താണ് അനുയായികൾ സാധുക്കൾ പറയുന്നത്, ലൗ അന്നലനാ കറത്തൻ ഫനതബറ മിൻഹും. ദുന്യാവിലേക്ക് ഇനി രണ്ടാമത്തൊരു മടക്കം ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളിതാ ഈ പ്രസ്ഥാനവുമായി സലാം പറയുമായിരുന്നേനെ. പക്ഷേ രണ്ടാമത്തെ മടക്കമില്ലല്ലോ എന്ന് വളരെ വ്യക്തമായി ഖേദിക്കുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. വളരെ വിശദമായി അല്ലാഹു തആല പറഞ്ഞു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആമിനൂ കമാ ആമനന്നാസ്, സ്വഹാബത്ത് എങ്ങനെ വിശ്വസിച്ചോ അതുപോലെ വിശ്വസിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം സഹചാരികളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച സഹാബത്ത് എങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ വിശ്വസിക്കണം എന്നാ പറഞ്ഞത്. അവിടെ ഏത് മടവൂരുണ്ടായിരുന്നത്? മടവൂരിനെ പോലെ ആരെ ഉണ്ടായിരുന്നത്? നിസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത. ഇനി നോമ്പെടുക്കാത്ത എന്ന് പറഞ്ഞപ്പോ ഇവര് പറയാണ് രാവും പകലും, അതും 100 ദിവസങ്ങളോളം മാസങ്ങളോളം ഒക്കെ നീണ്ടു നിൽക്കുന്ന നോമ്പുണ്ടായിരുന്നു എന്നാണ് ഇവിടെ നൗഷാദ് ഹസനി പറഞ്ഞത്. അതിനുശേഷം അവരുടെ തന്നെ കൂട്ടത്തിലുള്ള കുരുവട്ടൂരിയായ ഒരു മുസ്ലിയാർ പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ സിറാത്തുൽ മുസ്തഖീം അത് മടവൂര് പറഞ്ഞതാണ്. മടവൂരിന് മാനസിക രോഗമായിരുന്നു എന്നുള്ളത് മടവൂരിന്റെ ആത്മകഥ എഴുതിയ, മടവൂരിനെ കുറിച്ച് എഴുതിയ ഗ്രന്ഥത്തിൽ CM സ്മരണികയിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് അത് മൗലവിമാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും ആ പറഞ്ഞ വാക്കുകള് പരിശുദ്ധ ഖുർആന് അടിസ്ഥാനമാക്കിയാണല്ലോ ഈ പറഞ്ഞത്. എന്താണ് അവിടെ പറഞ്ഞത്? നാളെ മടവൂരിനെ പോലെയുള്ള ആളുകള് അവര് അവിടെ നിഷേധിച്ച് തള്ളും. എനിക്ക് മാനസിക രോഗം, മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പലതും പറഞ്ഞു പോയി റബ്ബേ, ഞാനതിൽ ഖേദിച്ചു മടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മടവൂര് രക്ഷപ്പെട്ടേക്കാം. മടവൂരിന് ഇവിടെ ഉതിറുണ്ട്, അഫുണ്ട് അല്ലേ? മടവൂര് മാനസിക രോഗിയായിരുന്നു. അയാള് പറഞ്ഞതെടുത്ത ഈ വിറ്റയുടെ അവസ്ഥ എന്താ? പിന്നെ ഇവര് ഈ ഉസ്താദ് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്ന് ഖേദിച്ച് മടങ്ങാൻ വീണ്ടും ഒരു അവസരം തന്നിരുന്നെങ്കിലേ. ഷഹീദുകൾക്ക് പോലുമില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മയുദ്ധം നടത്തി ഷഹീദായ ആളുകൾക്ക് പോലും തിരിച്ചൊരു മടക്കല്ല. പിന്നല്ലേ ഈ പൊട്ടപ്പോയത്തക്കാരാ നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് ഇവിടെ പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. 2-3 വീഡിയോ ശകലങ്ങൾ കാണിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കുവാന് ധാരാളമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു ദീനിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ആളുകളെ വഴിപിഴപ്പിച്ചുകൊണ്ട് ഇവർ കൊണ്ടുപോകുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, ഏത് സുജായി പറഞ്ഞതാണെങ്കിലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അവർക്കത് നിഷേധിച്ച് തള്ളേണ്ടി വരും. അങ്ങനെ നിഷേധിച്ച് തള്ളുന്ന ആ അവസരത്തിൽ അവർ ഒരു പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. കാരണം അവർക്ക് മാനസികമായിരുന്നു, ഭ്രാന്തായിരുന്നു, ജതുബായിരുന്നു, ഫനയായിരുന്നു, ഫനാവുൽ ഫനയായിരുന്നു, എന്ത് ഓമനപ്പേരിട്ട് വിളിച്ചാലും പീരാന്തിയായിരുന്നു. ആ പീരാന്തന്മാർക്ക് തക്ലീഫില്ല അല്ലേ? പീരാന്തന്മാര് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ് ശിക്ഷിക്കൂല. അവര് നുണ പറഞ്ഞാലും അവരെന്ത് പറഞ്ഞാലും അതിന് അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു പക്ഷേ മാപ്പ് നൽകപ്പെട്ടേക്കാം. അള്ളാഹു ആലം. എന്നാൽ ഇവിടെ ഇയാൾക്ക് മാനസികമായിരുന്നു എന്നറിഞ്ഞിട്ട് പോലും ഇയാളെ പിന്തുടരുന്ന, ഇയാള് പറഞ്ഞതൊക്കെ തലയിലേറ്റ് നടക്കുന്ന ഈ മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ എന്താണ്? പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു വിഷയമാണ്. അത് ഞാൻ ഇവിടെ വെട്ടിയെടുത്തിട്ട് തിരിച്ചു പറഞ്ഞു എന്നൊന്നും പറയണ്ട. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. പക്ഷെ പറഞ്ഞത് മറ്റൊരു ഉദ്ദേശത്തിലാണെങ്കിൽ പോലും ആ ഉദ്ദേശം അൽഹംദുലില്ലാ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.